ഇത് അയച്ചിട്ടുള്ളത് മമ്മു ഇത് അയച്ചിട്ടുള്ളത് ഈ ഒരു വീഡിയോ ഇപ്പൊ കാണിക്കാൻ വന്ന വീഡിയോ കുറെ വീഡിയോസ് ഉണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുപോയിക്കോ. മുഖം ബ്ലർ ചെയ്ത് കാണിക്കണം ഒന്നും അറിയാത്ത മുഖം ബ്ലർ ചെയ്യാത്ത കാണിച്ചു കഴിഞ്ഞാൽ മോനെ ഇത് എഡിറ്റ് ചെയ്ത് മൊത്തം ബ്ലർ ചെയ്യാത്ത കാണിക്കണോ അവന്റെ ജീവിതം പോ. ഇത് കഴിഞ്ഞിട്ട് എന്താ അറിയോ, ഇതിന്റെ ബാക്കി എന്താ അറിയോ, മമ്മു എടുത്ത് തൊപ്പി, ഷമീർ, മൊമോ, ജാസി ഇവര് തമ്മിലുള്ള പ്രശ്നം ഇത് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുക. ഒരാളെ അയാളുടെ ജീവിതം മൊത്തം തകർക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ബോംബ് ഇന്നലെ രാത്രി തൊപ്പി കൊണ്ടുവന്ന് പൊട്ടിച്ചിട്ട് പോയിട്ടുണ്ട്. ഈ വീഡിയോ പുറത്ത് വിടാൻ നിൽക്കുന്ന സമയത്ത് തന്നെ തൊപ്പി പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇത് പുറത്ത് വിട്ടു കഴിഞ്ഞാൽ ഇവന്മാര് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇതിൽ ആരെങ്കിലും ഒരാൾ മാത്രമേ ജീവനോടെ കാണത്തുള്ളൂ, അമ്മാതിരി കാര്യങ്ങളാണ് കാണിച്ചു വെച്ചേക്കുന്നതെന്നൊക്കെ. ഇതൊക്കെ അറിഞ്ഞിട്ടും തൊപ്പി അത് പുറത്തേക്ക് വിട്ടു. നിങ്ങള് ഈ സാധനം പുറത്തേക്ക് വിട്ട സമയത്ത് തൊപ്പി ആലോചിക്കാതെ പോയൊരു കാര്യം എന്താണെന്നറിയോ? നിങ്ങളുടെ ഓഡിയൻസിൽ പകുതിയും കൊച്ചു പിള്ളേരാണ്. അവന്മാർ ഇതൊക്കെ എടുത്തു വെച്ച് കാണുന്നുണ്ട്. പരസ്പരം ചളിവാരി എറിയുന്ന സമയത്ത് ഒരു ഫാമിലി ഉണ്ട്, കുടുംബമുണ്ട് എന്നൊന്നും നിങ്ങൾ ആലോചിക്കുന്നില്ല. ഇന്നലെ ഷമീറും മൊമ്മും വന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം പെങ്ങടെ കല്യാണവും പെട്ടെന്ന് നടക്കും, മൊമ്മുന്റെ വീട് പണിയും പെട്ടെന്ന് നടക്കും. അമ്മാതിരി ബോംബാണല്ലോ പൊട്ടിയേക്കുന്നത്. ഇനി ആൾക്കാരുടെ മുന്നില് നിങ്ങൾക്ക് ഈ ഫേസ് വെച്ച് നടക്കാൻ പറ്റുമോ? അല്ല, നിങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നം അല്ലാതുകൊണ്ടായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ കയ്യിലുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും നിങ്ങൾ ഇന്നലെ വന്നിട്ട് അമ്മാതിരി വീഡിയോ ഇട്ട് ആൾക്കാരെ അറിയിച്ചത്. അതായത് തൊപ്പി പൈസ തരുന്നില്ല, തൊപ്പി ഞങ്ങളെ സഹായിച്ചിട്ടില്ല, പെങ്ങടെ കല്യാണത്തിന് പോലും സഹായിച്ചില്ല, വീട് പണി സഹായിച്ചില്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കുന്നു, 2 മെസ്സ് അടിവസ്ത്രം വരെ അലക്കിച്ചു എന്നൊക്കെ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ വിളിച്ച് പറഞ്ഞപ്പോ തൊപ്പിയായിട്ട് എന്തിനാ മിണ്ടാതിരിക്കുന്നേ? ഇവിടുന്ന് ഉണ്ടായ എല്ലാ കാര്യങ്ങളും നാട്ടുകാരെ അറിയട്ടെ എന്ന് പറഞ്ഞ തൊപ്പി അതെടുത്തങ്ങ് പബ്ലിഷ് ചെയ്തു. ഇത് അയച്ചിട്ടുള്ളത് മമ്മു ഇത് അയച്ചിട്ടുള്ളത് ഈ ഒരു വീഡിയോ ഇപ്പൊ കാണിക്കാൻ വന്ന വീഡിയോ കുറെ വീഡിയോസ് ഉണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുപോയിക്കോ. മുഖം ബ്ലർ ചെയ്ത് കാണിക്കണം ഒന്നും അറിയാത്ത മുഖം ബ്ലർ ചെയ്യാത്ത കാണിച്ചു കഴിഞ്ഞാൽ മോനെ ഇത് എഡിറ്റ് ചെയ്ത് മൊത്തം ബ്ലർ ചെയ്യാത്ത കാണിക്കണോ. തൊപ്പി അവരുടെ ഒരു ആ പ്രൈവറ്റ് വീഡിയോ എടുത്തിട്ട് പബ്ലിക് ആക്കി. യൂട്യൂബിന്റെ നിയമങ്ങൾ വെച്ചിട്ട് ഇതൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇത് ഇപ്പോഴും ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രല്ല, തൊപ്പി എങ്ങനെ ഈ വീഡിയോ എടുത്തു? മൂന്നാമതൊരാള് ഇരിക്കുന്ന സമയത്ത് ഇമാതിരി ഒരു പണി ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും തയ്യാറാവും എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. തൊപ്പി വന്ന എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്, ഞാൻ ഇത് ഒളിച്ചെടുത്തതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. എന്നാലും എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. എന്റെ ഭാഗമാണ്. ഇത് കഴിഞ്ഞിട്ട് എന്താ അറിയോ, ഇതിന്റെ ബാക്കി എന്താ അറിയോ, മമ്മു എടുത്ത് 3 മാസം ഞാൻ ഒരു കാര്യം പറ്റേ, ഇത് ഞാൻ ആദ്യമായിട്ടാണ്, ഇത് 3 മാസം മുമ്പ് ഞാൻ കണ്ടതാ. ഓക്കെ, അതിനുശേഷം ആ ഷോപ്പിൽ ഞാൻ 3 മാസത്തോളം ഞാൻ ഇതെല്ലാം അനുഭവിച്ച് തീർന്നത്. എന്റെ മെന്റൽ ട്രോമ. തൊപ്പിയുടെ എക്സ് ഗേൾ ഫ്രണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, തൊപ്പി ബൈസെക്ഷൽ ആണെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയ എന്നുള്ള കാര്യം ഈ തൊപ്പിയുടെ എക്സ് ഗേൾ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇതൊക്കെ കൂട്ടി വായിക്കുമ്പം എവിടൊക്കെയോ എന്തൊക്കെയോ. ഇതിപ്പം എല്ലാവന്മാരും തമ്മിലുള്ള ഒത്തുകളി ആണോന്നും അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം അവന്മാര് വന്ന് ഇത്രയും പറഞ്ഞു, ഇനിയിപ്പൊ ഞാൻ എന്തിനാ മിണ്ടാതിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് തൊപ്പി തീർത്ത് പുറത്ത് വിട്ടതാണോന്നും പറയാൻ പറ്റത്തില്ല. ഇനി ഇവന്മാര് വല്ല കുണ്ടന്നൂരാണോ എന്തോ താമസം. ആലോചിച്ച് നോക്കണം. എന്റെ വീട്ടില് ഡ്രഗ്സ് കയറ്റി എന്റെ പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട്, എന്റെ പിള്ളേരെന്ന് പറയാൻ പറ്റില്ലടാ, എല്ലാ ഒരുമിച്ച് വേഷം കുത്തിയതാ. മനസ്സിലാ? ഓക്കെ, ഇല്ല ബ്ലർ ചെയ്യാത്ത ഫയൽ ഇപ്പൊ കാണിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം, നാളെ ശരത്ത് ലൈവ് ചെയ്യും. ഷമീർ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വരുമല്ലോ, ഓൻ പറയട്ടെ ഇത് ഓനല്ല. 3 മാസം മുമ്പ് നിന്റെ വീട്ടിലോട്ട് ഡ്രഗ്സ് കയറ്റിട്ട് ഇപ്പം ഈ ഷമീറും മുമ്മും മറ്റേ ജാസി എന്ന് പറയുന്നവന്മാര് ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണോ നിനക്ക് ഇതൊക്കെ പറയാൻ തോന്നുന്നത്? 3 മാസം എങ്ങാണ്ടായാലും നിങ്ങൾ പരസ്പരം വഴക്കുണ്ടാക്കിയിട്ട് മൂന്ന് ഭാഗത്തായിട്ട് പിരിഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് നിനക്ക് അപ്പോഴൊന്നും പറയണ്ടായിരുന്നോ? ഈ ഒരു കാര്യം നീ ആ സമയത്ത് വന്ന് പറയണമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവന്മാര് വന്ന് ഇമാതിരി കാര്യങ്ങൾ പറഞ്ഞപ്പോ നീ കുറെ ബോംബ് എടുത്തിട്ട് പൊട്ടിച്ചേക്കുന്നു. നിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല, ഷമീറിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല, ആ കൂട്ടത്തിൽ ഒരെണ്ണത്തിന് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം നാളെ ആരൊക്കെ എന്തൊക്കെ എവിടൊക്കെ വിളിച്ചു വന്ന് പറയുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇന്ന് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ബാക്കിയുള്ള
അവന്മാര് വന്നിട്ട് നാളെ വേറെ പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാ ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ കൂട്ടത്തില്. നിങ്ങളുടെ ഒരു തൊട്ടി പരിപാടി ഉണ്ടല്ലോ, സ്ക്രിപ്റ്റ്, അതിൽ എന്റെ കസിൻ ആണെന്ന് വരെ തൊപ്പി പറഞ്ഞിട്ടുണ്ട്. അതും സ്ക്രിപ്റ്റ് ആയിരുന്നു. അതുപോലെ ഒരു സ്ക്രിപ്റ്റ് അല്ല ഇത് എന്നെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അപ്പോഴും അവിടെ ചോദ്യചിഹ്നമായിട്ട് വരുന്നത് ഇത് സ്ക്രിപ്റ്റ് ആണെങ്കിൽ എന്തിന് ആ വീഡിയോ പുറത്തു വിട്ടു എന്നുള്ള കാര്യമാണ്. എങ്ങനെയൊക്കെ നാറിയാലും ശരി റീച്ച് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ തെണ്ടിത്തര എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇതില് മമ്മൂനെ കൊണ്ട് ഓൻ ചെയ്യിപ്പിച്ചിട്ടില്ലാന്ന് പറയട്ടെ. മമ്മൂനെ ചെയ്തിട്ടില്ല, ഈ വീഡിയോയിൽ ഓൻ അല്ലാന്ന് ഓൻ പറയട്ടെ. ഇതിന്റെ ബ്ലർ അല്ലാത്ത വേർഷൻ പുറത്തു വിടും. ഞാൻ ശരത്തിന് ഞാൻ കൊടുക്കും. ഓക്കെ, എന്തേലും ആവട്ടെ, ഞാൻ ചാവുന്നുണ്ടെങ്കിൽ ചാവട്ടെ, വാട്ടോ, ഞാൻ നോക്കേണ്ട കാര്യമില്ല ഒന്നും. ഇത് തമാശയാണെന്ന് വിചാരിക്കരുത്. ഇനി ബ്ലർ എല്ലാതെ ഭാഗം കൂടെ ഞാൻ പുറത്തു വിടും എന്നാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാ നീ ചിന്തിച്ചിട്ടാണോ തൊപ്പി സംസാരിക്കുന്നേ? ഇത്രയും കാര്യങ്ങൾ പുറത്ത് വിട്ടപ്പോ തന്നെ ഇതിന്റെ പിറകെ എന്തൊക്കെ വരുന്നറിയോ? ഡ്രഗ്സ് നീ വീട്ടിൽ കയറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു. നാളെ ഒരു പോലീസ് റൈഡ് വന്ന് എന്തോ ചെയ്യും? ഇപ്പൊ ഈ വീഡിയോ വിട്ടതിന്റെ പേരിൽ ഇവന്മാർ ആരെങ്കിലും കയറി എന്തേലും ചെയ്തു കഴിഞ്ഞാൽ നീ ജയിലിൽ പോവും. അതൊന്ന് ആലോചിക്കണം. ഒരു ബോധവും ഇല്ലാതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞ് അങ്ങ് പുറത്തോട്ട് അങ്ങ് വിട്ടേക്കുക. അത്രയും തന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, മനസ്സിലായോ? ഈ 3 മാസക്കാലം ഞാൻ എങ്ങനെ ജീവിച്ചെന്നറിയടാ. എനിക്ക് കുറെ സാധനങ്ങൾ കേൾപ്പിക്കാണ്ട് പോലെ പ്രൂഫുകൾ എനിക്ക് സംസാരിക്കാൻ വയ്യ. ഞാനേ ഇവൻ 2 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചു, ഒരു പ്രൂഫ് പോലും ഇല്ലാണ്ട് 2 മണിക്കൂർ ഇരുന്ന് സംസാരിക്കല്ലേ ചെയ്തത്, അല്ലെ? ഞാൻ സംസാരിക്കുന്നില്ല, ഞാൻ പ്രൂഫുകൾ മാത്രം ഇങ്ങനെ ഇട്ട് നിരത്താം, അതാ നല്ലത്. ഓക്കെ, വേറൊരു കാര്യം, ഇത് അവന്മാർക്ക് അറിയില്ല. ഓക്കെ, അതിൽ ഒരുത്തന്റെ ഫോണ് നൈസായിട്ട് അതിന്റെ ഫോണിലുള്ള എല്ലാ കോൾ റെക്കോർഡ് ആർക്കെല്ലാം കോൾ ചെയ്തിട്ടുണ്ട് എല്ലാ കോൾ റെക്കോർഡും ഞാൻ പൊക്കി. ഓക്കെ, 3000 ചില്ലറ കോൾ റെക്കോർഡും ഒരുപാട് വീഡിയോസും. ഇവന്മാരെ കൂടെ നിന്ന് ചതിക്കും എന്ന് നിനക്ക് നേരത്തെ ഉറപ്പുണ്ടായിരുന്നെങ്കിൽ എന്തിനാ ഇത്രയും കാലം പിടിച്ചു വെച്ചേ? പറഞ്ഞങ്ങ് വിടണമായിരുന്നു. അത് ചെയ്യാതെ ഇത്രയും കാലം പിടിച്ചു കൂടെ നിർത്തിയിട്ട് അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയല്ല ചെയ്യേണ്ടത്. ഇവിടെ ഒരാള് ഷഡ്ഡി മാത്രമായിട്ട് അലക്കാൻ കൊടുക്കോ? ഒരാള് മറ്റൊരാൾക്ക് ഷഡ്ഡി മാത്രമായിട്ട് അലക്കാൻ കൊടുക്കോ? അതെന്താ, ഞാൻ ഷഡ്ഡി മാത്രം ഇട്ടിട്ടാണോ ജീവിക്കുന്നത്? ഷഡ്ഡി മാത്രം ഇട്ടിട്ടാണോ ഞാൻ ഡെയിലി നടക്കുന്നത്? ഷഡ്ഡിയാണോ എന്റെ? ഒരാൾക്ക് ഡ്രസ്സ് അലക്കാനുണ്ടാകുമ്പോ ഷർട്ട്, പാന്റ്, ഷഡ്ഡി, സോക്സ് ഇതൊക്കെ ഉണ്ടാവും. ഈ വീട്ടിൽ 10 പേരുണ്ട്, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പണിയെടുക്കും. ഈ മമ്മു പണിയെടുക്കൂല. ജാതി മമ്മു എല്ലാം ഇങ്ങനെ പണിയെടുക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഇവർക്ക് എപ്പെങ്കിലും ടാസ്ക് കൊടുക്കാം. ഓക്കെ, ഇവർക്ക് ഇതൊന്നും ഇഷ്ടമല്ല, മനസ്സിലാവും? ഇവിടെ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. ഈ ഡ്രസ്സ്, ഈ എല്ലാം അടങ്ങിയിട്ടുള്ള ഡ്രസ്സിന്റെ കൊട്ടയില് പാക്കറ്റ് എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി തൊട്ടപ്പുറത്ത് ആ വാഷിംഗ് മെഷീനിലേക്ക്, ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിലേക്ക് അങ്ങ് ഇടണം. ഇതാണ് ജോലി, ഇതാണ് ഷഡ്ഡി കഴുകിച്ചെന്ന് പറഞ്ഞത്. ഇത് ആൾക്കാർ കേൾക്കുമ്പോ എന്താ ചിന്തിക്കുന്നത്? എന്റെ ഷഡ്ഡി ഞാൻ ഇങ്ങനെ തന്നെ ഊരിട്ടേ കഴുകടാന്ന് പറഞ്ഞതാ. ഇങ്ങനെ കൊടുത്തിട്ട് കല്ലില്, മറ്റേ പണ്ടത്തെ ഇതുപോലെ കല്ല് ഇങ്ങനെ ഉരച്ച് കഴിപ്പിക്കുന്നത്, അല്ലേ? ഇതാണ് മുമ്പ് പറഞ്ഞ് വന്നിട്ട് കഴുകിച്ചു എന്ന് പറഞ്ഞ കാര്യം. അപ്പൊ അതിന് വാസ്തവമുണ്ട്. എങ്ങനെയാണേലും സംഭവം ശരി തന്നെയാണ്. ഇനിയിപ്പോ അത് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണെങ്കിലും ശരി, കല്ലുകെട്ട് അലക്കലാണെങ്കിലും ശരി, ആ പറഞ്ഞതിൽ കാര്യമുണ്ട്. അതിപ്പം തൊപ്പി തന്നെ വന്ന് സമ്മതിച്ചു. പരസ്പരം ചളി വാരി എറിഞ്ഞ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ട് നിങ്ങള് സ്വന്തം ജീവിതമാണ് നശിപ്പിക്കുന്നത്. കാണുന്നവർക്ക് ഇത് കൈകൊട്ടിച്ചിരിക്കാനുള്ള വെറും ഒരു ഫണ്ണി മൊമെന്റ് മാത്രമാണ്. പക്ഷെ ഇത് അനുഭവിക്കുന്നവർക്ക് അത് അങ്ങനെ ആയിരിക്കത്തില്ല. അതിനിപ്പോ ഇന്നലെ തൊപ്പി ആ വിട്ട വീഡിയോ കാരണം ബാക്കി 2 ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടും എന്നുള്ളത് തൊപ്പി ആലോചിച്ചിട്ടില്ല. തൊപ്പിയുടെ ഫ്രസ്ട്രേഷൻ ആയിരിക്കും തൊപ്പി അവിടെ കാണിച്ചത്. കാരണം ഞാൻ ഇത്രയും ചെയ്തിട്ട് ഇവന്മാര് എന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചെയ്തു. അതല്ലെങ്കിൽ ഷമീർ കിക്കിലെങ്ങാണ്ട് സംസാരിച്ച സമയത്ത് തൊപ്പിയുടെ ഗേൾ ഫ്രണ്ടിന്റെ ഫോട്ടോ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിനുള്ള പ്രതികാരം. എങ്ങനെയാണേലും നാറിയല്ലോ, ഇനിയും നാറാൻ കിടക്കുന്നതേ ഉള്ളൂ. ശരി എന്നാ.